Welcome back to Learnino. So, BTech സെൻട്രലൈസ്ഡ് സ്പോട്ട് അഡ്മിഷന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. നമുക്കറിയാം ഓൾറെഡി കീമിന്റെ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള തേർഡ് ഫേസ് അലോട്ട്മെന്റോട് കൂടി ആ അലോട്ട്മെന്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സോ ഇനി നമ്മൾ വേക്കന്റ് വരുന്ന സീറ്റുകളിലേക്കാണ് ഈ ഒരു സെൻട്രലൈസ്ഡ് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ ബിടെക്കിന്റെ സെൻട്രലൈസ്ഡ് സ്പോട്ട് അഡ്മിഷന്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. സോ നമുക്ക് നമ്മുടെ സ്റ്റേറ്റില് 9 സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകളും 3 എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജസും ആണുള്ളത്. അപ്പൊ അവിടേക്കാണ് നമ്മൾ ഈ സെൻട്രലൈസ്ഡ് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. സെപ്റ്റംബർ 11-നാണ് ആ ഒരു സെൻട്രലൈസ്ഡ് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ ഇതിലുള്ള ഏത് കോളേജസിലേക്ക് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ സ്പോട്ട് അഡ്മിഷന് ഒരു കോളേജിൽ മാത്രം നമ്മൾ പോയാൽ മതി. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ചിട്ടാണ് ഈ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. അപ്പൊ ഇതിന് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവര് കാലത്തെ 8 മണി മുതൽക്ക് 12 മണി വരെയാണ് നിങ്ങൾക്ക് സമയമുള്ളത്, രജിസ്റ്റർ ചെയ്യാനുള്ള സമയമുള്ളത്. അപ്പൊ ഈ സമയത്തിനുള്ളിൽ നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. 8 മണി മുതൽ 12 മണി വരെ മാത്രമേ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം 1 മണിക്കാണ് സ്പോട്ട് അലോട്ട്മെന്റ് നടക്കുന്നത്. അപ്പൊ ഈ സ്പോട്ട് അലോട്ട്മെന്റ് നടക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഫിസിക്കലി അവിടെ നമ്മൾ അവൈലബിൾ ആയിരിക്കണം. അത് രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ ആ ഒരു സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കണം. ഇനി ഗവൺമെന്റ് കോളേജ്, എയ്ഡഡ് കോളേജ്, കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജസ്, കെപിന്റെ, IHRD, LBS, CCE, SCT, ക്യുസാറ്റ് ഇവിടെ ഉള്ളതല്ലാതെ ഇത് ഒഴികെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നുമാണ് നിങ്ങൾ വരുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് മറ്റ് കോളേജുകളിൽ നിങ്ങൾ ഓൾറെഡി അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വരുന്നത് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും NOC നമ്മൾ കൊടുക്കണം. കാരണം ഓൾറെഡി നമ്മൾ മറ്റൊരു കോളേജിൽ ജോയിൻ ചെയ്ത് അവിടെ ഫീസ് അടച്ച് നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ അവിടെ കൊടുത്തിട്ടാണ് നമ്മൾ ഈ സ്പോട്ട് അഡ്മിഷന് വരുന്നത് എങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെന്റ് എയ്ഡഡ്, കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജസ് ഒഴികെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അവിടുന്ന് വരുന്നവര് നിർബന്ധമായിട്ടും NOC കൊടുക്കണം. ഇനി ഇപ്പൊ നമ്മൾ സ്പോട്ട് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഇപ്പൊ നിലവിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ളവരായാലും പുതിയതായിട്ട് അഡ്മിഷൻ എടുക്കുന്നവരും എല്ലാവരും തന്നെ നമ്മൾ അവിടെ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവിടെ നമ്മൾ ഫീസ് അടയ്ക്കേണ്ടി വരും. ജനറൽ ആണെങ്കിൽ 9,650, അതായത് 8,650 രൂപ പ്ലസ് 1000 രൂപ കോഷൻ ഡെപ്പോസിറ്റ് ആണ്. അങ്ങനെയാണ് 9,650 റുപ്പീസ് നമ്മൾ അവിടെ അടയ്ക്കേണ്ടി വരും. SC ST കാറ്റഗറി ആണെങ്കിൽ 1000 റുപ്പീസ് ആണ് വരുന്നത്. അപ്പോൾ ആ ഫീസ് നമ്മൾ കയ്യിൽ വെച്ചിട്ട് വേണം പോവാൻ. കാരണം അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ ഫീസ് അടയ്ക്കണം എന്നുള്ള കാര്യം കൂടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ കീമിന്റെ റാങ്ക് ലിസ്റ്റ് മുഖാന്തരമാണ് അഡ്മിഷൻ എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ സ്ലിപ്പ് മാത്രം ഹാജരാക്കിയാൽ മതിയാവും ആ ഒരു സമയത്ത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സ്പോട്ട് അഡ്മിഷൻ വേണ്ടത്. ഇനി സ്പോട്ട് അഡ്മിഷന് പങ്കെടുക്കുന്ന കുട്ടികളിൽ നമുക്ക് കുറച്ച് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം. സോ സ്പോട്ട് അലോട്ട്മെന്റിൽ അല്ലെങ്കിൽ സ്പോട്ട് അഡ്മിഷന് പങ്കെടുക്കാൻ താല്പര്യമുള്ളവര് കൃത്യമായിട്ട് ഈ സമയവും അതേപോലെ തന്നെ സ്ഥലവും മനസ്സിലാക്കുക. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ വെച്ചിട്ടാണ് നടക്കുന്നത്. 11-ാം തീയതിയാണ് നടക്കുന്നത്. 8 മണി മുതൽ 12 മണി വരെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. 1 മണി മുതലാണ് സ്പോട്ട് അഡ്മിഷൻ വരുന്നത്. താങ്ക് യു.